നമ്മുടെ ലാലേട്ടന്റെ വൈറൽ ഡെസേർട്ട് റെസിപ്പി നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ? ഡെസേർട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഈ ഏത്തപ്പഴവും നന്നായിട്ടൊന്ന് വാട്ടി. ഏത്തപ്പഴം നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ചധികം തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കര പാനി അരിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ഒരു സംഭവം അങ്ങ് സെറ്റ് ആവും കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു ടൈമിൽ നല്ല മണം വരും കേട്ടോ. നമ്മുടെ ആ നെയ്യുടെയും ശർക്കരയുടെയും തേങ്ങയുടെയും ഒക്കെ കൂട്ടത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മൾ ഈ ഐസ്ക്രീമും കൂടെ ചേർത്ത് കഴിക്കുമ്പോഴത്തേക്കും മധുരമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അല്ലാത്തവരാണെങ്കിൽ കുറച്ച് മത്തടിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും എല്ലാവരും കാണിക്കുന്ന പോലെ അത്ര വലിയ ഹൈപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാനിത് കുറച്ച് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ശരിക്കും മത്തായി കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക്